ലോകത്തിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഫീൽഡാണ് ഏവിയേഷൻ. പക്ഷെ പല കുട്ടികൾക്കും ഇത് എവിടെ തുടങ്ങണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. On today, what's your story? We have somebody who is really special. ഒരുപാട് കുട്ടികളെ ഏവിയേഷൻ മേഖലയിൽ സപ്പോർട്ട് ചെയ്ത് ഗൈഡ് ചെയ്ത് അവർക്കൊരു കരിയർ ബിൽഡ് ചെയ്തെടുത്ത ഒരാളാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ഇറ്റ്സ് നൺ അതർ ദാൻ അവർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് മാത്യു. വെൽക്കം സർ. സർ, ഇന്ന് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഏവിയേഷൻ ഇൻഡസ്ട്രി? യെസ് സോനു, ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയാറുള്ള ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്. അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ എപ്പോഴും സ്കോപ്പുള്ള അല്ലെങ്കിൽ എപ്പോഴും വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി. കാരണം ഈ ലോകത്ത് മനുഷ്യരുള്ളിടത്തോളം കാലം ലോകത്ത് യാത്രകൾ നടക്കണം, ലോകത്ത് അതിവേഗത്തിലുള്ള ചരക്ക് ഗതാഗതങ്ങൾ നടക്കണം. അതിനു വേണ്ടിയിട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രിയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ യാത്ര സുഗമമാക്കുന്നത് ഇന്ന് എയർലൈൻ വഴിയാണ്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകൾ വഴിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് അത്രയും സ്കോപ്പുണ്ട്. നമ്മൾ സ്പേസിനെ കുറിച്ചോ അങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത്. നമ്മുടെ സാധാരണ ബിസിനസ്, നമ്മുടെ ലേഷ്യർ ട്രിപ്പുകൾ, ബിസിനസ് ട്രിപ്പുകൾ, ആൾക്കാരുടെ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ, ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു എയർപോർട്ട് എടുത്തു കഴിഞ്ഞാൽ വെറും 3 കോടി പ്ലസ് ആൾക്കാരുള്ള കൊച്ചു കേരളത്തിൽ 4 എയർപോർട്ടുണ്ട്. ആ 4 എയർപോർട്ടിൽ കൊച്ചിൻ എയർപോർട്ട് മാത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു യാത്രകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ 1 കോടിയിൽ കൂടുതൽ ആൾക്കാർ ഒരു വർഷം യാത്ര ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സ്കോപ്പ് ഈ ഇൻഡസ്ട്രിക്കുണ്ട്. അതിൻ്റെ ഒരു റാപ്പിഡ് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കോവിഡിൻ്റെ സമയത്തൊക്കെ യാത്രകൾ കുറഞ്ഞെങ്കിലും ചരക്ക് ഗതാഗതങ്ങൾ എയർപോർട്ട് വഴി നിർത്തി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനൊരു വലിയൊരു സ്കോപ്പുണ്ട് നമ്മുടെ ലോകത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ UN-ൻ്റെ ഒക്കെ ഒരു പഠനപ്രകാരം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു 11 പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ അതിലൊന്ന് ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം ഇൻഡസ്ട്രികളിൽ നിന്നാണ്. ഇത് വളരെ കോറിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഇൻഡസ്ട്രി ആണല്ലോ. അപ്പോൾ അങ്ങനെ കരിയർ ബേസ് നോക്കിക്കഴിഞ്ഞാലും ഇതിനൊരു വലിയ സ്കോപ്പുണ്ട്. ഇൻഡസ്ട്രിയുടെ വോളിയം വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതിന് വലിയ ഒരു ഗ്രോത്ത് ഉണ്ട്. എസ്പെഷ്യലി ഏഷ്യൻ കൺട്രീസിലൊക്കെ ഇപ്പോൾ ഏവിയേഷൻ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഏവിയേഷൻ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലിക്ക് നമ്മൾ നോക്കുമ്പോൾ എന്ത് ടൈപ്പ് സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ വേണ്ടത് ഒരാൾക്ക്? ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന, അല്ലെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാവരും ഇപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു, അപ്പോൾ നമുക്കുള്ള സർട്ടിഫിക്കറ്റ്സ് ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരും പറയാറുണ്ട്. ഓണസ്റ്റ്ലി ഇതിൻ്റെ ആൻസറിനെ ഇങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഏത് സർട്ടിഫിക്കറ്റും ആയിക്കോട്ടെ, ഏത് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ വന്നാലും ബേസിക്കലി ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പാകപ്പെട്ട സ്കിൽ സെറ്റ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്കൊരു ജോലിയിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ നമ്മൾ കാണിക്കാനുള്ള ഒരു പേപ്പർ കഷ്ണമായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തേ. പക്ഷേ നമുക്കൊരു ജോലി കയറണമെന്നുണ്ടെങ്കിൽ, അവിടെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ലാണ് പ്രധാനം. അത് നമ്മളൊരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു പരിധി വരെയൊക്കെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡുള്ള കാൻഡിഡേറ്റ് ആണോ, ബേസിക് നോളജ് ഉണ്ടോ, കാര്യങ്ങളോടുള്ള ഗ്രാസ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിനോടുള്ള റെസ്പോൺസ് പ്രൊആക്റ്റീവ് ആണോ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ മേഖലകളിലല്ല, അതായത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ പാസഞ്ചർ സർവീസ് ഉണ്ട്, നമ്മുടെ എയർഫെയർസ് ആൻഡ് ടിക്കറ്റ്, ഇങ്ങനെ പല ഏരിയാസ് ഉണ്ട്, കാർഗോ. ഈ ഏരിയകളിലൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ടൈസേഷൻ വന്നിട്ടുണ്ടോ എന്ന് ആധികാരികമായി സർട്ടിഫൈ ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റുകൾ അവിടെ വരുന്നത്. പിന്നെ പലരും പറയും ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോലി കിട്ടുള്ളൂ, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജോലി കിട്ടുള്ളൂ എന്ന് പറയും. കാരണം ഈ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം നമ്മൾ ഓരോ അഫിലിയേഷൻ ബോഡികളുമായിട്ട് സംസാരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻസ് ഇന്നതാണ് അതാണ് എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ അവിടെ എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെ പോയിട്ടുണ്ട്, ഈ സർട്ടിഫിക്കേഷൻസിലൂടെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിനുള്ള ട്രെയിനിങ്ങുകൾ എന്തെല്ലാമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഏത് തരത്തിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ സ്കിൽസും നോളജും നിങ്ങൾ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സുകൾ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു കരിക്കുലം എടുക്കുക.
നമ്മൾ ഡിപ്ലോമ PG ഡിപ്ലോമ കോഴ്സുകളൊക്കെ കൊടുക്കുന്നത്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. അതിനകത്ത് കാർഗോയ്, എയർഫെയേഴ്സ്, ടൂറിസം, പാസഞ്ചർ ഹാൻഡ്ലിങ്, റാമ്പ്, നിങ്ങൾ വെയിറ്റ് ആൻഡ് ബാലൻസ്, ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് കവർ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ DGR ഉൾപ്പെടെയുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പഠിക്കാനുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാം. പിന്നെ അതുപോലെയുള്ള പല സർട്ടിഫിക്കറ്റ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IATAയുടെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് IATA ട്രാവൽ ആൻഡ് ടൂറിസം ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു കോഴ്സായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുക 6 months. പക്ഷേ അതിനകത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ലിമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ആൻഡ് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഫെയേഴ്സ് ഒന്നും നമ്മൾ ഇന്നിരുന്ന് എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കോഴ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. പ്ലസ് കുട്ടികൾക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഫെയേഴ്സ് ആണെങ്കിൽ അതിന് അമേരിയൂസ്, ഗലീലിയോസ്, സൈബർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ CRS സിസ്റ്റങ്ങളുണ്ട്, കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റങ്ങളുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ നോളജ് കിട്ടി എന്നുള്ളതിന് ഒരു ഉറപ്പാണ്. പിന്നെ അവർക്ക് ഇൻഡസ്ട്രി വിസിറ്റുകൾ, എയർപോർട്ടുകളിലൊക്കെ ഇൻഡസ്ട്രി വിസിറ്റ് കിട്ടി, ആ എയർപോർട്ടുകളിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ. അപ്പോൾ അവർക്ക് ആ ഒരു ഉറപ്പാണ്, ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ VR ഒക്കെ പഠിപ്പിക്കുമ്പോൾ എയർപോർട്ടിൽ ഇതെന്താണ് റിയാലിറ്റീസ് എന്ന് കുട്ടികൾ കണ്ടു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വെറുതെ ഒന്നും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതല്ല, ഇവരിത് മനസ്സിലാക്കിയിട്ടാണ് ചെല്ലുന്നതെന്ന് മനസ്സിലാകും. ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനും ഇൻ്റർനാഷണൽ വിസിറ്റ് യൂണിവേഴ്സിറ്റികളും ഒക്കെ ആയിട്ടുള്ള അവിടുത്തെ സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ വന്നു. അത് സർട്ടിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഈ കുട്ടി ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടിയ ഒരു കുട്ടിയാണ്. ഇത് ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. ലോകം കാണുന്നവരുടെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് എല്ലാം ഇവരെ കുറച്ചുകൂടി ഈ ജോലിയിൽ ആപ്റ്റാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ എന്ന് നമ്മൾ പറയില്ല, അതാണ്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് അപ് ടു ദ സ്റ്റുഡൻസ്. അവരുടെ സ്കിൽസ് എത്രത്തോളം അവർ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ മാറ്ററാവുന്നത്. ഓക്കെ, വൺസ് ഒരു സ്റ്റുഡൻറ്റ് പഠിച്ച് പാസ്സായി ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് കയറുന്ന സമയത്ത് വാട്ട് ഈസ് ദ സാലറി റേഞ്ച് ദാറ്റ് ദേ ഷുഡ് എക്സ്പെക്ട്, ഓർ വാട്ട് ഈസ് ദ സാലറി പാക്കേജ് ദാറ്റ് ദേ ആർ ഗെറ്റിംഗ്? ഓക്കെ, ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ സാലറി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. പെട്ടെന്ന് ജോലി കിട്ടുമോ, എത്ര സാലറി കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരും ഈ ഇൻഡസ്ട്രികളിലേക്കൊക്കെ വരുമ്പം ചോദിക്കുന്ന ഒരു ചോദ്യം. നമുക്ക് ഇത് നമ്മൾ പറയില്ലേ, ഒരു ഗവൺമെൻറ് PSCയുടെ ഒരു ടെസ്റ്റ് എഴുതി ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടല്ല ഇവർ കയറുന്നത്, മറിച്ച് ഒരു പ്രൈവറ്റ് ആണ്. പല എയർലൈൻസുകളും പ്രൈവറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്കാണ് നമ്മൾ കയറുന്നത്. ആ ഇൻഡസ്ട്രിയിൽ നിങ്ങളെടുക്കുന്ന ജോബ് പ്രൊഫൈലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയും അനുസരിച്ച് നിങ്ങളുടെ സാലറി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഒരു ക്യാബിൻ ക്രൂവിന് കൊടുക്കുന്ന ഒരു സാലറി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഡൊമസ്റ്റിക് എയർലൈൻസിൽ കിട്ടുന്ന, ഡൊമസ്റ്റിക് എയർലൈൻസിൽ ഒരു 30,000 സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ ഫ്ലൈയിങ് അവേഴ്സിനുള്ള ഇതെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ബാറ്റ് ടൈം എല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 50,000 ആയിരിക്കാം സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത്. ചിലപ്പോൾ ഒരു ഇൻ്റർനാഷണലിലേക്ക് പോകുമ്പോൾ അത് 80,000 മുകളിലേക്കാവാം. അപ്പം ഇത് ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലേക്ക് വന്ന, ഒരു പാസഞ്ചർ ഹാൻഡ്ലിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 15,000 to 25,000 30,000. സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ അതിന് ഡിഫറൻസ് വരും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ആവറേജ് സാലറി, അതിൻ്റെ ഒരു റിയാലിറ്റി. പിന്നെ കമ്പനികൾ ഇപ്പം ചില സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ഒരു ഡെവലപ്മെൻറ്റ്, പല കമ്പനികളും ഒരു ബോണ്ട് പറഞ്ഞിട്ടുണ്ട്. ചില കമ്പനികൾ കുറച്ച് ആദ്യത്തെ ഒരു ട്രെയിനിങ് പീരീഡിലെ സാലറി കുറച്ച് പറയാറുണ്ട്. അതെല്ലാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ് ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇവർ ട്രെയിനിങ്ങും നമുക്ക് അവരുടെ കുറേ സിസ്റ്റം ഉണ്ടാവും. എല്ലാ ഇവൻ എയർലൈൻസിനാണെങ്കിലും എവിടെയാണെങ്കിലും അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിലേക്ക് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ 1 to 2 months 2-3 months ഒക്കെ എടുക്കും. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവർ അടുത്ത ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കണ്ട് ചാടിക്കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കമ്പനിക്ക് ഭയങ്കര ഡാമേജ് ആണ്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ്, ഇനീഷ്യൽ സാലറിയിലുള്ള ചില പിടുത്തങ്ങളൊക്കെ ഞാൻ പല കമ്പനികളും ഇപ്പോൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് ആഫ്റ്റർ ഓൾ ഒരു സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു 15,000 to വി ക്യാൻ സേ 1 lakh അതിനുള്ളിലുള്ള ഒരു സാലറിയൊക്കെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് depends again on the companies where they are getting employed. ഓക്കെ, യൂഷ്വലി നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ കോൾസ് നമുക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്നത്, ഒരു ഏവിയേഷൻ പഠിക്കണമെങ്കിൽ എനിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലും പിള്ളേരുടെ കയ്യിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, വാട്ട് ഈസ് എ ബേസിക് ക്വാളിഫിക്കേഷൻ? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ +2 ലെവൽ കഴിഞ്ഞവരാണ്. +2-ന് ശേഷം ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് ശേഷമാണ് സാധാരണ പഠിക്കാൻ വരുന്നത്. പിന്നെ 2 രീതിയിൽ കാണാം. +2-ന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഡിഗ്രി പ്ലസ് തത്തുല്യമായ ഒരു സ്കിൽ കോഴ്സും കൂടെ, അല്ലെങ്കിൽ ഏവിയേഷനിൽ ഒരു ഡിപ്ലോമയോ ഒക്കെ എടുക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടോ +2 കഴിഞ്ഞിട്ടോ ഒക്കെ
നമുക്ക് ഇനിയും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്, MBA കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്, അങ്ങനെ പല ഫീൽഡിൽ നിന്ന് വരുന്നവരുണ്ട്. ഏത് ഫീൽഡിൽ നിന്നും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാമെന്നുള്ളതാണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയുടെ ഒരു ചാമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും. യെസ് യെസ് ഓക്കെ. ഇന്നത്തെ കാലത്ത് നമുക്ക് വി ഹാവ് എ ലോട്ട് ഓഫ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് വൈ ഈച്ച് ആൻഡ് എവറി ഇൻസ്റ്റിറ്റ്യൂട്ട് ദേ ഹാവ് സെപ്പറേറ്റ് ഫീ സ്ട്രക്ചർ. വാട്ട് ഈസ് ദ എക്സാക്ട് ഫീ സ്ട്രക്ചർ ഓഫ് എൻ ഏവിയേഷൻ കോഴ്സ്? വാട്ട് ഈസ് ആൻ എക്സാക്ട് എമൗണ്ട്? ഓക്കെ, ഇതിനെ ഒരു ഡിഫൈൻ ചെയ്തിട്ട് ഇതാണ് ഏവിയേഷൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏവിയേഷൻ്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും പല ഫീസ് സ്ട്രക്ചർ ഉണ്ടാവും. ഈ ഫീസ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആകുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുക. അവർ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അവർ കൊടുക്കുന്ന ട്രെയിനിങ് എന്തെല്ലാമാണ്, അവർ കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്തെല്ലാമാണ്, അവരിതിനകത്ത് എന്തെല്ലാം ഇൻക്ലൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഏതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത്, ട്യൂഷൻ ഫീസ് പോലെയുള്ള എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു എക്സാക്ട് ഫീസ് സ്ട്രക്ചർ എവിടെയും ഇല്ലാതെ ഡിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 ഇയർ കോഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു 1,50,000 മുകളിലേക്ക് ഉള്ള റേഞ്ചിലൊക്കെയാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നടത്താവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നടത്താൻ പറ്റുന്നത്. അപ്പോൾ അതിന് മുകളിലേക്കുള്ള അത് ഡിഫർ ചെയ്തിരിക്കും. അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻക്ലൂഷൻസിനെയൊക്കെ അത് 2 lakhs 3 lakhs 4 lakhs എന്നൊക്കെ പറഞ്ഞ് പല ഫീസ് സ്ട്രക്ചർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇൻക്ലൂഷൻസിനെ ആശ്രയിച്ചിരിക്കും ഈ ഫീസ് സ്ട്രക്ചറുകളെല്ലാം എന്ന് പറയാം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ. ഓക്കെ, വാട്ട് ആർ ദ കോമൺ മിസ്റ്റേക്സ് ദാറ്റ് സ്റ്റുഡൻസ് മേക്ക് ഇൻ ദ ഏവിയേഷൻ ഇൻഡസ്ട്രി? ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്കാണോ അതോ ഇത് ചൂസ് ചെയ്യുമ്പോഴാണോ? ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് സ്റ്റുഡൻസ്? ഓക്കെ, ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് അതിനകത്ത് നമ്മൾ പറയില്ലേ പാഷൻ എന്ന് പറയും. ഒരു പരിധിവരെ പാഷൻ നല്ലതാണ്. കാരണം പാഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്ലൈൻഡ് ആയി പോകും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പാഷൻ വന്ന് അവിടെ ക്യാബിൻ ക്രൂ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നടത്തുന്ന കുറച്ച് ക്യാബിൻ ക്രൂസിനെ കണ്ടിട്ടാണെങ്കിൽ അപ്പം അതിൻ്റെ ബാക്ക് ആൻഡ് റിയാലിറ്റീസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പം ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ ഔട്ട്കം? അതാണ് എല്ലാ സ്റ്റുഡൻസും ഉണ്ടാവേണ്ടത്. അതിനകത്ത് നിങ്ങളൊരു ക്യാബിൻ ക്രൂ ആണെങ്കിൽ ക്യാബിൻ ക്രൂവിന് ചില സ്പെസിഫിക് ആയിട്ടുള്ള മെഷർമെൻറ്റുകളുണ്ട്. BMI ഉണ്ട്, അവരുടെ വെയിറ്റ്, ഹൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റമാകും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ഒന്ന്. ഇനി ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലേക്ക് വർക്ക് ചെയ്യുന്ന നമ്മൾ പാസഞ്ചർ ഹാൻഡ്ലിങ്ങിലേക്ക് വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇങ്ങനെ വരുമ്പോഴും നമ്മൾ എന്താണ് ആ ഇൻഡസ്ട്രിയുടെ ജോബ് പ്രൊഫൈൽ, എന്താണ് ആ ഇൻഡസ്ട്രി നമുക്ക് മുമ്പിലേക്ക് ഫ്യൂച്ചറിൽ സ്കോപ്പ്, അത് നമുക്ക് ഓഫർ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവുക. പിന്നെ ഷിഫ്റ്റുകൾ, ഇപ്പോൾ നമ്മൾ പറയുമല്ലോ നൈറ്റിലാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പലതും കൊച്ചിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് വരും. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് വരും. അപ്പോൾ ഷിഫ്റ്റിൽ ബേസിൽ വർക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ പാസഞ്ചർ, ഇതൊരു ഹാപ്പി ബിസിനസ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചേഴ്സിനെ കാണുന്നു, പുതിയ പുതിയ ആൾക്കാരെ കാണുന്നു, അവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ഹാപ്പി ഫേസ്, അവർക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റണം. നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് എയർലൈൻ സ്റ്റാഫിനോടൊക്കെ ചൂടാവുന്നത്. പലപ്പോഴും അത് അവരുടെ പ്രശ്നം കൊണ്ടല്ല, എയർലൈൻ ഡിലേ ആകുന്നു, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്നു, ബാഗേജ് ഡാമേജ് ചെയ്തു, ഇത് അവിടെ നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ പ്രശ്നമല്ല. പക്ഷേ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണെന്നും അത് ഓൺ ചെയ്യുകയും നമ്മൾ ആ ഒരു യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ഞാൻ ആ കമ്പനിയുടെ ഭാഗമാണെന്ന് അവർ വിചാരിക്കുമ്പോൾ അവർ ഈ പറയുന്ന ബ്ലെയിം അതിന് വളരെ പ്ലീസിങ് ആയിട്ട് മറ്റുള്ളവരോട് മറുപടി പറയാൻ പറ്റും. അവരെ എത്ര ആംഗ്രി കസ്റ്റമർ ആണെങ്കിലും അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അവരുടെ കരിയറിന് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അവരുടെ കരിയർ ഗ്രോത്തിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ തന്നെ അവരോട് ചോദിക്കണം, വൈ ഷുഡ് ഐ ചൂസ് ഏവിയേഷൻ ഇൻഡസ്ട്രി? Yes, sir. Or else, can we even give a placement guarantee for students? Okay, I can give a placement guarantee. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ മൈൻഡ് സെറ്റോട് കൂടി, ഇപ്പം നമ്മൾ നേരത്തെ കുറേ ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞു കുട്ടികളെ, ആ മൈൻഡ് സെറ്റോട് കൂടിയാണ് ഒരു കുട്ടി ജോലിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളോട് 100% എന്ന് പറയുന്നില്ല, ഒരു 80 to 90% എങ്കിലും പോസിറ്റീവ്, മാർക്കിൻ്റെ കാര്യത്തിലല്ല ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ആ ഒരു ട്രെയിനിങ്ങിൻ്റെ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനല്ല അവരോട് തന്നെ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും, ഐ വിൽ ഗെറ്റ് എ ഗുഡ് പ്ലേസ്മെൻ്റ് എന്നുള്ളത്.
ഈ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്ക് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ആ സാധനം വെച്ചിട്ടാണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കുകയും ചെയ്യുന്നത്. ഇത് ഗ്യാരണ്ടി കൊടുക്കേണ്ടത് ഒരു സ്ഥാപനമല്ല. സ്ഥാപനം ഗ്യാരണ്ടി കൊടുക്കുന്നത് ആ ട്രെയിനിങ്ങുകളിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ 100% നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിന് നിങ്ങളെ എക്വിപ്ഡ് ആകുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം, ഒരു പെഡഗോജി, അതിനുള്ള അറ്റ്മോസ്ഫിയർ, ഫാക്കൽറ്റി, ഇതെല്ലാം ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റണം. അതൊപ്പം തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് അവർ ഇതിനോട് കിട്ടുന്ന, അവർ കാണിക്കുന്ന ഒരു പ്രൊആക്റ്റീവ്നെസ്, അവർ കാണിക്കുന്ന ആ ഒരു റെസ്പോൺസ്, അതാണ് അവരെ ഒരു ജോബ് റെഡി ആയിട്ടുള്ള ഒരു എംപ്ലോയബിൾ കാൻഡിഡേറ്റ് ആയിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ആ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവർക്ക് അവരോട് തന്നെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റണം. ഓക്കെ, എനിക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടും. അവർക്ക് അവരോട് ആ ഒരു കോൺഫിഡൻസ് വന്നാൽ മാത്രമേ ഡെഫിനറ്റ്ലി അവർക്കൊരു ജോലി കിട്ടും. അല്ലെങ്കിൽ എനിക്ക് വേറൊരു സെനാരിയോ പറയാം. ഇവർ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറ്റാം, പക്ഷേ ഇവരവിടെ നിലനിൽക്കില്ല. അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യില്ല, അതിനോട് അഡാപ്റ്റ് ചെയ്യില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളോ അല്ലെ ചെറിയ ചെറിയ ഫോൾട്ടുകളോ അല്ലെ ചെറിയ ചെറിയ കംപ്ലയിൻസോ ഒക്കെ പറഞ്ഞ് അവരുടെ കരിയർ അവർ ഡ്രോപ്പ് ചെയ്യും. കരിയർ എന്ന് പറയുന്നതാണ് നിങ്ങൾ ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഹാവ് ദാറ്റ്, നമ്മൾ പറയാമല്ലോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഞാൻ ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവണം. Then definitely they can really build a wonderful career in aviation industry. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ സാർ മെൻഷൻ ചെയ്തു ദാറ്റ് ഇൻ ഓർഡർ ടു ട്രെയിൻ ദം വി നീഡ് ഗുഡ് ഫാക്കൽറ്റി, എസ്പെഷ്യലി ഗുഡ് ട്രെയിനേഴ്സ്. What do you see in your faculty, or when you choose a faculty or a trainer for aviation industry, what is the qualification or what are the aspects that you look upon to them? ഓക്കെ, നമ്മൾ ഒരു ട്രെയിനറിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മുടെ ട്രെയിനിങ് സിസ്റ്റം പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വി ഹാവ് എ പെഡഗോജി ബേസ്ഡ് ഓൺ സർട്ടൈൻ പോയിന്റ്സ്. ആ പെഡഗോജിയിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുവരിക, ആ പെഡഗോജി എക്സിക്യൂട്ട് ചെയ്യാൻ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ കൊണ്ടുവരികയാണ് നമ്മുടെ ലേണിംഗ് സിസ്റ്റം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഗെയിമിഫിക്കേഷൻ. അപ്പോൾ ചിലപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നോളജ് ഇമ്പാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ നോളജ് കുട്ടികൾക്ക് ആവശ്യമാണ്, അവരുടെ എക്സ്പീരിയൻസ് വേണം. പക്ഷേ അവരുടെ നോളജ് കൊണ്ട് മാത്രം ചിലപ്പോൾ അവർക്ക് ഒരിക്കലും ഈ ഗെയിമിഫിക്കേഷൻ മെത്തേഡൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ ഈ ഗെയിമിഫിക്കേഷൻ മെത്തേഡിൻ്റെ ഒരു ഭാഗമാക്കും. ഓക്കെ, നോളജ് ഇമ്പാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ട് നമ്മൾ ഗെയിമിഫിക്കേഷൻ്റെ എക്സിക്യൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് വൈബ്രൻ്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ വേണം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യും. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ, നിങ്ങളുടെ ടീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട് ഈ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, കുട്ടികളുടെ ഇങ്ങനെയുള്ള ഗെയിമിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിലൊക്കെ സുനൊക്കെ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ദെൻ എഗെയിൻ നമ്മുടെ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന VR സിസ്റ്റം ഉണ്ട് നമുക്ക്. ആ ഇമേഴ്സീവ് ലേണിങ്ങിലേക്ക് വരുമ്പോൾ VR ഹാൻഡിൽ ചെയ്യാനുള്ള സിസ്റ്റം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർ വേണം, അല്ലേ? അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ നോ ഹൗ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഉപയോഗിക്കും. അവരുടെ എക്സ്പെർട്ടൈസേഷൻ ഇതിൻ്റെ മൊഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ നമ്മുടെ പിയർ കറക്ഷൻസ് ഉണ്ട്, നമ്മുടെ ലേണിംഗ് മെത്തേഡിലെ ഭാഗമാണ്. ബ്ലെൻഡഡ് ലേണിംഗ് ഉണ്ട്. പിയർ കറക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടൊക്കെയുള്ള ലേണിങ്ങുകൾ ഒക്കെ മുന്നോട്ട് പോകണം. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് നമുക്ക്. പ്ലസ് ഇപ്പോൾ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് പറഞ്ഞു. അപ്പോൾ പ്രൊജക്റ്റുകൾ ചിലപ്പം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ലേണിംഗ് സിസ്റ്റത്തെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്കിപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഇത് വന്നല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ റേഞ്ചിലുമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ട്രെയിനിങ് മെത്തേഡ് ഉണ്ടാകുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ലേണിംഗ് മെത്തേഡുണ്ട്. ആ ലേണിംഗ് മെത്തേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്കൽറ്റീസും സപ്പോർട്ട് ചെയ്യുന്ന ടീം അംഗങ്ങളുമാണ് നമുക്കുള്ളത്. Thank you so much, sir, for joining us today, and it was really an informative session. Thank you so much. And thank you so much, listeners. If you are somebody who is aspiring for aviation, keep learning, stay focused. The sky is waiting for you. See you all for the next episode. Thank you.